ഹായ് മക്കളെ, ബിഗ് ബ്രേക്കിംഗ് ന്യൂസുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഈ വരുന്ന 29-ാം തീയതി ബുധനാഴ്ച വിദ്യാഭ്യാസ ഹർത്താലാണ്. എന്താ സാർ, സ്കൂളില്ല എന്നാണോ? ഇതൊരു ഹാപ്പി ന്യൂസ് ആയിട്ട് എടുക്കേണ്ട. ഒരു പക്ഷേ ചിലപ്പോൾ കോളേജ് തലങ്ങളിലൊക്കെ ആയിരിക്കും ഈ വിദ്യാഭ്യാസ ഹർത്താൽ കൂടുതലും എഫക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യുന്നത്. കാരണം ഇതൊരു വിദ്യാർത്ഥി സംഘടന നടത്തുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകൾ ഒരുമിച്ച് നടത്തുന്ന ഒരു സംയുക്ത ഹർത്താലാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഈ ഒരു ആഴ്ചയായിട്ട് നമ്മൾ പത്രങ്ങളിലും അതുപോലെ തന്നെ ടൗണുകളിലൊക്കെ നമ്മളിങ്ങനെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് PM ശ്രീ പദ്ധതി എന്നുള്ളത്. അപ്പോൾ ആ PM ശ്രീ പദ്ധതി എന്നുള്ളത് എത്രത്തോളം ശരിയാണോ, അല്ലെങ്കിൽ അത് നല്ലതാണോ മോശമാണോ എന്നുള്ളതൊന്നും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല. നമ്മൾ അറിയിക്കുന്ന കാര്യം, നമ്മൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ അപ്ഡേഷനും നിങ്ങൾ അറിയിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അപ്ഡേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ മക്കളെ, വീണ്ടും പറയുകയാണ്, ഇതൊരിക്കലും നിങ്ങൾക്കൊരു ഒഫീഷ്യലായിട്ട് നിങ്ങളുടെ സ്കൂളുകാർ ഒരിക്കലും നിങ്ങൾ അറിയിക്കില്ല. അതായത് നാളെ അവധിയാണെന്ന്. കാരണം അതൊരു ഒഫീഷ്യലി ആയിട്ടുള്ള ഒരു സംഭവമല്ല. നിങ്ങൾക്കറിയാലോ, ഹർത്താൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാത് സംഘടനകൾ വന്നിട്ട് ഇന്ന് സ്കൂൾ തുറക്കാൻ പറ്റില്ല, ഇന്ന് സ്കൂൾ പഠിപ്പ് മുടക്കണം, ഇങ്ങനെയൊക്കെ പറയുന്ന സംഭവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിലവിൽ സ്കൂൾ ഉണ്ടായിരിക്കും, പക്ഷേ ചിലപ്പോൾ ഒരു പീരീഡോ 2 പീരീഡൊക്കെ കഴിയുമ്പോഴേക്കും എന്തായിരിക്കും, അതിൻ്റേതായിട്ടുള്ള ആളുകൾ വന്നിട്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സംഘടന ആളുകളൊക്കെ വന്നിട്ട് നമ്മളെന്താ പറയുന്നത്, സ്കൂൾ നടത്താൻ പാടില്ല. പൊതുവെ അങ്ങനെയാണല്ലോ ഹർത്താലൊക്കെ നടക്കുന്നത്. ഇത് കോളേജ് തലങ്ങളിൽ എന്തായാലും ഇത് ശക്തമായിട്ട് തന്നെ നടക്കുന്നതാണ്. ഇപ്പം മറക്കണ്ട, ഒക്ടോബർ 29-ാം തീയതി ബുധനാഴ്ചയാണ് വിദ്യാഭ്യാസ ബന്ദ് വരുന്നത്. ഞാൻ വീണ്ടും പറയാണ്, അന്ന് സ്കൂളില്ലാന്ന് വിചാരിച്ച് ഒന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട, പ്ലാൻ ചെയ്യാൻ നിൽക്കണ്ട. അത് ചിലപ്പോൾ മാറ്റിവെക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ ഉണ്ടായേക്കാം. എന്നിരുന്നാലും സ്കൂളിന് അങ്ങനെ അവധി എന്ന് പറഞ്ഞ രീതിയിൽ ഒഫീഷ്യലായിട്ട് ഒരിക്കലും നിങ്ങളുടെ HMO ക്ലാസ് ടീച്ചറോ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ഇടില്ല. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒരിക്കലും ഞാൻ ഈ വീഡിയോ ചെയ്തു വിദ്യാഭ്യാസ ബന്ധാണ്, സാർ സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അല്ലട്ടോ പറയുന്നത്. ഇത് നമ്മളെന്ത് ചെയ്യാണ്, പുറത്തുള്ളൊരു വിദ്യാർത്ഥി സംഘടനയുടെ വിദ്യാഭ്യാസ ബന്ദ് നിങ്ങൾ അറിയിച്ചു തന്നത് മാത്രം. ഒക്ടോബർ 29-ാം തീയതി ബുധനാഴ്ച.